ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ എന്നെ പുറത്താക്കി കാണിക്കും. അത് പരസ്യ വെല്ലുവിളിയാണ്. കാരണം അദ്ദേഹം ഒന്നും രണ്ടുമല്ല, നിരവധി തവണ കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുപരിപാടികളിൽ രാഷ്ട്രീയ അതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ച പങ്കാളിയാകുന്നു. പക്ഷേ ഇവിടെ പ്രശ്നം ഇത്തിരി ഗുരുതരമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ ക്ഷണിച്ചിട്ടില്ല ആ പരിപാടിയിലേക്ക്. രാഹുൽ ഗാന്ധിയെയോ മല്ലികാർജുൻ ഖാർഗെയോ രണ്ടുപേരും ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ളവരാണ്. ഇവർ രണ്ടുപേരെയും ക്ഷണിക്കാത്ത ഒരു പരിപാടിയിലേക്ക് ശശി തരൂർ എംപിയെ ക്ഷണിക്കുന്നു. അദ്ദേഹം ആ ക്ഷണം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു. വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് അദ്ദേഹത്തിന് ക്ഷണം കിട്ടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹം കണ്ട് ചോദിക്കുന്നു, താങ്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ? അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. ഞാൻ പങ്കെടുക്കുന്നത് ഈ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനാണ് താൻ. അപ്പം മുമ്പ് കാലത്ത് തന്നെ ഇത്തരം പരിപാടികളിൽ വിദേശകാര്യ പാർലമെന്ററി സമിതി അംഗങ്ങളെ ഇത്തരം പരിപാടികളിൽ നിന്നും ക്ഷണിക്കുന്ന പതിവുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കേന്ദ്ര സർക്കാർ കേൾക്കുന്ന ഒരു പരിപാടി നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു അവസരമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, ഈ പരിപാടിയിലേക്ക് താങ്കളുടെ പാർട്ടി നേതാവായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയൊന്നും ക്ഷണിച്ചിട്ടില്ലല്ലോ, താങ്കളെ മാത്രം ക്ഷണിക്കുന്നു, താങ്കൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ ഒരു അനൗചിത്യമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അവരെ ക്ഷണിക്കാത്ത അതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല. ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നറിയില്ല. പക്ഷേ തന്നെ ക്ഷണിച്ചത് പാർലമെന്ററി കാര്യ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലാണ്. തനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വലിയ അഭിമാനമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. ശശി തരൂർ നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയതാണ്, രാഷ്ട്രീയം വേറെ രാഷ്ട്രം വേറെ. രാഷ്ട്രത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടെടുക്കണം എന്ന് പറഞ്ഞ ആളാണ് ശശി തരൂർ. കോൺഗ്രസിന് അതിൽ ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ തരൂർ തൻ്റെ ഈ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ മൗനം പാലിക്കുക, അല്ലെങ്കിൽ തരൂരിനെ തൽക്കാലം പിണക്കണ്ട എന്നൊരു നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നതിന് കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ജയറാം രമേശ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ്, പവൻ ഖേര അടക്കമുള്ളവർ വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും ക്ഷണിക്കാത്ത പരിപാടിയിലേക്ക് ശശി തരൂർ പോകുന്നതിനെക്കുറിച്ച് പവൻ ഖേര പറഞ്ഞത് കുറച്ച് കടുത്തതാണ്. കാരണം അത്തരം പരിപാടിയിലേക്ക് പോകുന്നവർ അവരുടെ ധാർമ്മികത സ്വയം ചോദ്യം ചെയ്യണം എന്നുള്ളതാണ് പവൻ ഖേര പറഞ്ഞത്. പക്ഷേ ശശി തരൂർ അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോടായിട്ട് പ്രതികരണം നടത്തി. അപ്പോൾ അതിൽ പറയുന്ന സംഗതി ഇതാണ്, അതായത് മുമ്പും ഞാൻ ഇത്തരം പരിപാടികളിൽ പോയിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് തനിക്കറിയില്ല. പിന്നെ തൻ്റെ മണ്ഡലത്തിൻ്റെ വികസന പരിപാടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വേറെ വിഷയമാണ്. എന്നാൽ രാഷ്ട്രപതി ഭവനിലേക്ക് ഇതേപോലെ ഒരു ഔദ്യോഗിക ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലത്തിൽ ചിന്തിക്കണം, പ്രവർത്തിക്കേണ്ട സംഗതിയാണ്. പിന്നെ സർക്കാരിനോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദർശവും എൻ്റെ രാഷ്ട്രീയവും പണയം വെക്കുന്നു എന്നതിനർത്ഥമില്ല. പിന്നെ പ്രതിപക്ഷത്തിനും സർക്കാരിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന മേഖലകളിൽ, ഭൂമികകളിൽ, കോമൺ ഗ്രൗണ്ട്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ശശി തരൂർ പറയുന്ന രാഷ്ട്രീയം. അപ്പോൾ അദ്ദേഹം പറയുന്നു, താൻ പദവികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ BJPയോ വലിയ പദവികൾക്ക് വേണ്ടി വലിയ വാഗ്ദാനം നൽകിയാൽ താങ്കൾ കോൺഗ്രസ് വിട്ടു പോകുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന മറുചോദ്യം, താങ്കൾ ഇത് എന്തറിഞ്ഞിട്ടാണ്, താങ്കൾ എന്താണ് ഈ ചോദിക്കുന്നത്? കാരണം ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഒരു MP ആയത്, ജനപ്രതിനിധിയായത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് വലിയ കഷ്ടപ്പാടുണ്ടായിരുന്നു, വലിയ പോരാട്ടം നയിച്ചാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ നിലപാട് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഇത്തരം കാര്യങ്ങളിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം പരിപാടികളിൽ താൻ പങ്കെടുക്കുന്നത് വെറുതെ ഒരു തീരുമാനമെടുക്കുക, ചാടിപ്പടച്ച ഒരു തീരുമാനമെടുക്കുകയല്ല.
പല കാര്യങ്ങളും ചിന്തിച്ചുറപ്പിച്ച ശേഷം തന്നെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കുന്നത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പോലും താൻ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിന്തിച്ചത്, പ്രവർത്തിച്ചത്. കാരണം ഈ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പല സ്വകാര്യ സംഭാഷണങ്ങളും വലിയ പ്രമുഖരുമായിട്ടും നടത്താൻ അവസരം കിട്ടി. ആ സമയത്ത് പോലും താൻ തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് മറ്റുള്ളവരോട് സംസാരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ശശി തരൂർ ഇപ്പോഴൊന്നുമല്ല കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനം എടുക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിനെതിരെ ഏറ്റവും വലിയ കോൺഗ്രസിന് കീറാമുട്ടിയായി മാറിയത് AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹം നെഹ്റു കുടുംബത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി മത്സരത്തിന് തയ്യാറായി. ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കെ അദ്ദേഹത്തിന് എതിരാളി എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെ ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെടും എന്നൊരു ഘട്ടത്തിൽ നിന്ന് ഒരു മത്സരം കുറേ കാലത്തിന് ശേഷമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഓർക്കണം. പക്ഷെ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് പോലും മതിയായ പിന്തുണ കിട്ടിയില്ല. ഈ ശബരിനാഥൻ, MK രാഘവൻ MP തുടങ്ങിയ ചില എണ്ണിയാൽ വിരലിലെണ്ണാവുന്ന നേതാക്കൾ മാത്രം അദ്ദേഹത്തിന് പരസ്യ പിന്തുണ നൽകി. പക്ഷേ അദ്ദേഹം ഒരു വീറുട്ട പോരാട്ടം നടത്തി, അതിനുശേഷം പരാജയപ്പെട്ടു. എന്നിരുന്നാൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, നെഹ്റു കുടുംബത്തിനെതിരെ പരസ്യ നിലപാടെടുത്തു. നേരത്തെ അവർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ ഗുലാം നബി ആസാദ് അടക്കമുള്ളവർ പിന്നീട് പാർട്ടി വിട്ടുപോയി. പക്ഷെ അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ തന്നെ തുടർന്നു, ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് വന്നു. പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു. എന്നിട്ട് പോലും ശശി തരൂരിനെതിരെ നടപടിയെടുക്കാനായിട്ട് അദ്ദേഹം നിരന്തരമായി മോദി അനുകൂല നിലപാടുകൾ പറയുന്നു, പ്രസ്താവനകൾ ഇറക്കുന്നു. പക്ഷേ ശശി തരൂരിനെ പിണക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ ബുദ്ധിമോശമായ ഒരു പരിപാടിയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തെ ബോധപൂർവം പ്രകോപിപ്പിക്കേണ്ട. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുമ്പോൾ പോലും കേന്ദ്ര നേതൃത്വം അതിന് പലപ്പോഴും തയ്യാറായിട്ടില്ല. അതിന്റെ കാരണം അദ്ദേഹത്തെ പിണങ്ങി അദ്ദേഹം ഇറങ്ങിപ്പോയാൽ അതിന്റെ നഷ്ടം കോൺഗ്രസിനാണ് എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു. അതും കൂടി പറയാമല്ലോ. കാരണം ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ പ്രതിപക്ഷം വളരെ ബഹളം വെക്കുകയാണ്. വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നടപടിയാക്കണമെങ്കിൽ ക്രിയാത്മകമായ ചർച്ചകളിൽ ഇടപെട്ട് സംസാരിക്കണം. ഈ ശൂന്യവേളയും അതേപോലെ ചോദ്യോത്തര വേളയും ഒക്കെ പരമാവധി പ്രതിപക്ഷം പ്രയോജനപ്പെടുത്തണം. ഇവിടെ ഭരണപക്ഷത്തുള്ള പ്രധാനമന്ത്രി പോലും ലോക്സഭയിലോ രാജ്യസഭയിലോ കൃത്യമായി പങ്കെടുക്കുന്ന പോലുമില്ല. പല ബില്ലുകളും ചർച്ചകളില്ലാതെ ഏകപക്ഷീയമായി അംഗീകരിക്കപ്പെടുന്നു, നിയമമാക്കപ്പെടുന്നു. പക്ഷേ ഇതൊന്നും പ്രതിപക്ഷം കാര്യമായി ഇടപെടാത്തത് കൊണ്ടാണ് അദ്ദേഹം വിമർശിച്ചു. ആ വിമർശനം ഒരു ഇരുതല മൂർച്ചയുള്ള സംഗതിയാണ്. കാരണം ഒരേ സമയം അദ്ദേഹം പ്രതിപക്ഷത്തെ, തൻ്റെ പാർട്ടിയിൽ അടക്കമുള്ളവരെ വിമർശിക്കുന്നു. രണ്ടാമത് അദ്ദേഹം ഒരേ സമയം തന്നെ പ്രധാനമന്ത്രി മോദിയെ അടക്കമുള്ളവരെ വിമർശിക്കുന്നു. അപ്പോൾ ഒരു ബാലൻസ് കെ നായരാണ് ഇക്കാര്യത്തിൽ ശശി തരൂർ എടുത്തത് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇദ്ദേഹം അതിനു മുമ്പ് നടത്തിയ ഗുരുതരമായ മോദി അനുകൂല പരാമർശങ്ങളുണ്ട്. അതിനെ ഏത് തലത്തിലാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുകൂടി നോക്കണം. കാര്യം ഈ ഗോയങ്കെ അനുസ്മരണ പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രഭാഷണത്തെ വലിയ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ, വെറുതെ ഒരു എക്സിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് മോദിയുടെ സാമ്പത്തിക നയങ്ങൾ അത് രാജ്യത്തിന് ഗുണകരമാണ്. അതേപോലെ രാജ്യം ഒരു കോളനി വാഴ്ചയ്ക്ക് ശേഷമുള്ളതിന് ശേഷം അതിനെ മുക്തമാക്കാനായിട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി എടുക്കുന്ന നടപടികൾ അത് ഗുണകരമാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത്. അതിനുശേഷം നരേന്ദ്രമോദി നിരന്തരമായി വിദേശയാത്രകൾ നടത്തുന്നു. വലിയ വലിയ ലോകരാജ്യങ്ങൾ നേതാക്കളെ അവിടെ പോയി കാണുന്നു. അതിന് കോൺഗ്രസ് വലിയ വിമർശനമാണ് ഉന്നയിച്ചത് ഒരു ഘട്ടത്തിൽ. കാരണം അദ്ദേഹം ഒരിക്കൽ പോലും രാജ്യത്തുണ്ടാകില്ല, സകല സമയത്തും അദ്ദേഹം ടൂറിലാണ്. പക്ഷെ അതിനെ അനുകൂലിച്ച് സംസാരിച്ച ഒരാളാണ് ശശി തരൂർ. BJPയുടെ മോദിയുടെ വിദേശ നയം അത് രാജ്യത്തിന് നല്ലതാണ് എന്നാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് ഈ വിവിധ സംസ്ഥാനങ്ങൾ ചില കേന്ദ്ര പദ്ധതികൾക്ക് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അതിൽ പങ്കാളികളാകാതെ മാറി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മതപരമായ വിവേചനമാണെന്ന് പോലും ചില രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചില ആരോപണങ്ങളൊക്കെ വന്നു. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചും പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് അങ്ങനെ മതപരമായ വിവേചനമില്ല, സാമുദായിക വേർതിരിവില്ല, കേന്ദ്ര ഫണ്ട് സ്വീകരിച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും സുപ്രധാനമായ സംഗതി ഓപ്പറേഷൻ സിന്ദൂറാണ്. ഏറ്റവും ഒടുവിൽ ശശി തരൂരും കോൺഗ്രസുമായിട്ട് തെറ്റിയത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിലാണ്. കാരണം കോൺഗ്രസ് അവിടെ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ സംശയത്തോടെ നിരീക്ഷിച്ചപ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പരാജയത്തെക്കുറിച്ച് മറുപടി പറയണം, ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്കുണ്ടായ സൈനിക നഷ്ടങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പ്രസ്താവന നടത്തണം എന്നൊക്കെ കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ ശശി തരൂരിന് അതൊന്നും അല്ല വിഷയം. ശശി തരൂർ കേന്ദ്രം നിയോഗിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ച ഒരാളാണ് തരൂർ.
ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വിവിധ രാഷ്ട്രീയ കക്ഷികളോട് അവരുടെ ആരൊക്കെയാണ് നിങ്ങളുടെ നോമിനികളായിട്ട് ഈ സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് തരൂരിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ അതിന് വിരുദ്ധമായി കേന്ദ്ര സർക്കാർ തരൂരിനെ തന്നെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കോൺഗ്രസിന് വലിയ വീഴ്ചയുണ്ടെന്ന് തന്നെ പറയണം. കാര്യം തരൂരിന്റെ ഒരു വ്യക്തിപ്രഭാവത്തെ തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കുന്നതിൽ അവർ അമ്പേ പരാജയപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ. അതായത് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം ആ സമയത്ത് കോൺഗ്രസിന് ഉണ്ടായില്ല. ആ സമയത്താണ് ശശി തരൂർ വിഖ്യാതമായ പ്രസ്താവന ഇറക്കിയത്, രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. അത് വളരെ ഒരു പക്ഷേ ഒരു പരിധിവരെ കോൺഗ്രസ് അണികൾക്കിടയിൽ പോലും അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. തരൂരിനെ അനുകൂലിച്ച പല കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു എന്നുകൂടി ആ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യത്തിൽ കോൺഗ്രസിനൊരു വീഴ്ച പറ്റിയതേ ഇപ്പോൾ ഇവിടെയും വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ലോകം ഈ ഉറ്റുനോക്കുന്ന ഒരു നേതാവ് പങ്കെടുക്കുന്ന ഒരു വേദിയിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു നയസമീപനത്തിന്റെ ലംഘനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. പക്ഷേ തരൂർ പങ്കെടുക്കുന്നതിനെ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറെ കൂടി കോൺഗ്രസിൽ നിന്ന് അകറ്റുക എന്നുള്ളൊരു സമീപനമാണ് ഇപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന് തുറന്ന വെല്ലുവിളി നടത്താവുന്ന സാഹചര്യമാണ്. കാര്യം ഇനിയും ഒരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പരസ്യ പ്രസ്താവന നടത്തിയ ആളാണ് തരൂർ. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ഈ ഗ്രൂപ്പ് മാനേജർമാരുടെ പ്രീതി സമ്പാദിച്ച ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് നിൽക്കേണ്ട താല്പര്യമൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് ഉപരിയായിട്ടുള്ള സ്ഥാനമാനങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിൻ്റെ പേര് സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അത് BJP പരിഗണനയിലാണ്. പക്ഷെ അദ്ദേഹത്തെ BJP നേതൃത്വം അനൗപചാരികമായി സമീപിച്ചു. BJP അംഗത്വം എടുക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല. അതിൻ്റെ പേരിലാണ് ആ നീക്കം തടസ്സപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എതിരില്ലാതെ അദ്ദേഹത്തെ BJP നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പക്ഷേ കോൺഗ്രസിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം പോലും ഉണ്ടായേനെ. ഏതായാലും അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തില്ല. അദ്ദേഹം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. പിന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ളത് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നോമിനേറ്റ് ചെയ്യും എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാകാം. അപ്പോൾ ഇതിനൊക്കെ കേന്ദ്ര സർക്കാരിനെ തൻ്റെ പക്ഷത്ത് നിർത്തുക, അവർക്ക് അനുകൂലമായ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കുക, അതോടൊപ്പം തന്നെ തൻ്റെ ശബ്ദം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുക, അങ്ങനെ സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ശശി തരൂർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ തരൂർ ഇപ്പോൾ പരസ്യ വെല്ലുവിളി കോൺഗ്രസ് നേതൃത്വത്തോട് നടത്തുകയാണ്. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കൂ. കാരണം എനിക്ക് നിങ്ങളുടെ ഇനി ഔദാര്യം പറ്റി നിൽക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഞാനുമായിട്ട് സന്ധിയിൽ പോകാം, അല്ലെങ്കിൽ അടിച്ചു പിരിയാം. ഏതായാലും ഇക്കാര്യത്തിൽ പന്തിപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലാണ് എന്ന് പറയണം. ഒരുപക്ഷെ തരൂരിനെ പുറത്താക്കി അല്ലെങ്കിൽ തരൂരിനെതിരെ നടപടിയായിട്ട് അദ്ദേഹം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു അംഗത്വം തന്നെ രാജിവെച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പോഴും ഗുണം BJPക്ക് തന്നെയാണ്. കാര്യം രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടിച്ചാണ് തോറ്റുപോയത്. തരൂരിന് അദ്ദേഹത്തെ മുൻകാലങ്ങളിൽ ഉണ്ടായ ഭൂരിപക്ഷത്തിൻ്റെ പകുതി പോലും ഇത്തവണ നേടാനായിട്ടില്ല എന്നും ഓർക്കണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് തരൂർ മത്സരിക്കാത്ത സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കിക്കൊണ്ട് ആയിരിക്കണം കോൺഗ്രസ് നേതൃത്വം തരൂരിനെതിരെ ഒരു പരിധി വിട്ട ഒരു പ്രകോപനത്തിനോ ഒരു പ്രതികരണത്തിനോ തയ്യാറാകാത്തത്. ഏതായാലും കാത്തിരുന്ന് കാണണം തരൂർ എന്താണ് മനസ്സിൽ കണ്ടതെന്നും കോൺഗ്രസ് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്നും അറിയാം.